اللهم إنك عفو تحب العفو فاعف عني. 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 اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. اللهم عتقني من النار وادخلني الجنة يا رب العالمين. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ തറാവീഹ്ക്ക് ശേഷം എല്ലാ ദിവസവും ഏറെക്കുറെ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോഡയിലേക്ക് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ ഒക്കെ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇന്ന് നസീർ മാഷ് വായക്കാടുള്ള നലീം മൂപ്പരനെയും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകം അവരുടെ മക്കളുടെ പഠനത്തിലൊക്കെ വലിയ പുരോഗതി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയൊക്കെ മക്കളുടെ പഠനങ്ങളിൽ അല്ലാഹു വലിയ പുരോഗതി അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച മക്കളിൽ നമ്മളൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാവട്ടെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാനും അവരെ സ്നേഹിക്കാനും സമാധാനിപ്പിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله خالقكم رازقكم يا الله. ഞങ്ങളെ ഒരുമിച്ച് കൂടിയതിനെ കബൂലാക്കണം അല്ലാഹ്. നിയ്യത്തോടുകൂടി നിന്റെ ഭവനത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂടിയതിനെ കബൂലാക്കണം അല്ലാഹുവേ. ഞങ്ങൾ മഗ്‌രിബ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. അതുപോലെ ഇശാ, അതുപോലെ തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം, എല്ലാ നിസ്കാരങ്ങളും നീ കബൂലാക്കണം അല്ലാഹ്. വല്ല ന്യൂനതകളോ വല്ല പോരായ്മകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച്
പരിപൂർണമായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹ്. ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ രാവിലെ ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും നീ കബൂലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കമിസലായ സവാബ് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. അവിടുത്തെ ഹുദൂറുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. മുത്തുനബിയോടുള്ള മഹബ്ബത്തും ഇഷ്കും ഞങ്ങളുടെ ഖൽബിൽ വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുത്തെ മാതൃകയാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. അവിടുത്തെ ഒരു വട്ടമെങ്കിലും അനാമിലും യഖ്റത്തിലൊക്കെയായി കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അതിനുതകുന്ന നന്മകൾ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസിന്റെ മിസ്ലായ സവാബ് മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ മുഴുവൻ ഖൈറിന്റെ അമലുകാരിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. വിശേഷിച്ചും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹുയുടെ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അസ്വാജുൻ നബിയുടെ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അസ്ഹാബുൻ നബിയുടെ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. മുഴുവൻ സ്വഹാബത്ത് സ്വഹാബിയാത്തിന്റെ ഹദറത്തുകളിലേക്ക് എത്തിക്കണം അല്ലാഹ്. വിശേഷിച്ചും ഔസിൽ അഅ്ളമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി العزيز وسلطان العارفين أحمد الكبير دفاعي قدس الله سره العزيز وسلطان الهند خواجة معين الدين الاشتي الأجمي قدس الله سره العزيز وسلطان وكتب الزمان السيد علي المغفرمي قدس الله سره العزيز തുടങ്ങിയ മഹാരഥന്മാരുടെ ഹദറാത്തുകളിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെയൊക്കെ മിസലായ സവാബ് എത്തിക്കണം അല്ലാഹ്. എത്തിക്കണം അല്ലാഹ്. അവരുടെ ദറജാത്തുകൾ നീ ഉയർത്തണം അല്ലാഹ്. അവരുടെ ദറജാത്തുകൾ നീ ഉയർത്തണം അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസ് കബൂലാക്കണം അല്ലാഹ്. ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന രാവിലെ ഞങ്ങൾ ചെയ്ത എല്ലാ ഖൈറാത്തുകളും നീ കബൂലാക്കണം അല്ലാഹ്. ലൈലത്തുൽ ഖദറിന്റെ വിജയികളിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണം അല്ലാഹ്. കുടുംബങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉസ്താദുമാർക്ക് പൊറുക്കണം അല്ലാഹ്. സ്നേഹിക്കുന്നവര്, ഞങ്ങളെ സഹായിക്കുന്നവര്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവര്, അല്ലാഹുവേ, എല്ലാവരുടെയും സർവ്വദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ജീവിതം നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണം അല്ലാഹ്. ഞങ്ങളൊക്കെ ഖൽബ് ശുദ്ധിയാക്കി തരണം അല്ലാഹ്. ഖൽബിലുള്ള എല്ലാ കറകളും നീ മായ്ച്ചു തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ നീ നന്മയിലേക്ക് അടുപ്പിക്കണം അല്ലാഹ്. തിന്മയോടുള്ള വെറുപ്പ് ഞങ്ങളുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. ഈ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ കബൂലാക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പള്ളിയെ സഹായിക്കുന്നവര്, സഹായിച്ചുകൊണ്ടിരിക്കുന്നവര്, അല്ലാഹുവേ, വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകൾ, അല്ലാഹുവേ, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണം അല്ലാഹ്. അവരുടെ വരുമാനത്തിൽ ബർക്കത്ത് ചെയ്ത് കൊടുക്കണം അല്ലാഹ്. അവരുടെ മഈശത്തിന്റെ വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. ധാരാളം ബർക്കത്ത് അവർക്കൊക്കെ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഉസ്താദുമാർ, ഇഷ്ടജനങ്ങൾ, അല്ലാഹുവേ, എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. അല്ലാഹുവേ, റമദാൻ 1 മുതൽ ഞങ്ങൾ ചെയ്ത എല്ലാ
മുഅ്മിനീങ്ങളിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. പ്രതികൂലമായി സാക്ഷി പറയുന്ന ഹതഭാഗ്യരിൽ ഞങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളൊക്കെ നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ നീ നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് നൽകണം അല്ലാഹ്. ഇഖ്ലാസില്ലാത്ത ഒരു അമലും നിന്റെ അടുക്കൽ സ്വീകാര്യമല്ല അല്ലാഹുവേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണം അല്ലാഹ്. മറ്റുള്ളവരെ കാണിക്കാൻ റിയാഇന് വേണ്ടി ചെയ്യുന്ന അമലാക്കരുത് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിലുള്ള കിബ്ർ, റിയാഅ്, ഹസദ്, ഗളബ്, ശഹ്വത്ത് എല്ലാ ഖൽബിയായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നൂറാകുന്ന ഇൽമ് ഞങ്ങൾക്കൊക്കെ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ധാരാളമായി ഇൽമ് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. മരണം ഖൈറാകുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയി പൂർണ്ണ ഉദുവോടുകൂടി സ്വാലിഹീങ്ങളൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങളുടെ റൂഹിനെ പിടിക്കണം അല്ലാഹ്. ഞങ്ങളൊക്കെ റൂഹിനെ പിടിക്കണം അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ത്വഅത്തിലായുള്ള ദീനി ഖിദ്മയിലായുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്കൊക്കെ നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളൊക്കെ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരെ എല്ലാവരെയും അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെയുള്ള രോഗികൾക്കൊക്കെ നീ ശിഫാഅ് നൽകണം അല്ലാഹ്. ഈ പള്ളിയിൽ ഇബാദത്തിലൊക്കെ നിസ്കാരങ്ങളിലൊക്കെ പങ്കുകൊണ്ടവര്, ജമാഅത്തിൽ പങ്കുകൊണ്ടവര് രോഗികളുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ അവരുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കണം അല്ലാഹ്. അവരുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരണം വരെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم إنا قد رفعنا أيدينا إليك راجين راغبين إليك متوسلين بأحبابك فلا تردنا خائبين بمحض فضلك وجودك يا أكرم الأكرمين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم عتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا من الديون والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وبفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
അസറിന് ശേഷം കേരള മുസ്ലിം ജമാഅത്ത് വായക്കാട് യൂണിറ്റിന്റെ കീഴിൽ മഹദറത്തുൽ ബദരിയ നടക്കുന്നുണ്ട്. സാധിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് എന്തോ തസ്കിയ ക്ലാസ്സൊക്കെ ഉണ്ട്. മുസ്ലിം ജമാഅത്തിലെ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ആളുകളെയും ഇതിൽ പരമാവധി പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.